തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഫെബ്രുവരി 1-ാം തീയതിയോടെ ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. ഈ ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യത. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ വരുന്ന 2 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ശ്രീലങ്കൻ തീരം, അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്നുള്ള കന്യാകുമാരി തീരം, ശ്രീലങ്കൻ തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നാളെയോടെ തീരങ്ങളിൽ തിരിച്ചെത്തണമെന്ന് നിർദ്ദേശം നൽകി. വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ 7 പേർ മരിച്ചു. 816 പേർക്ക് പരിക്കേറ്റതായി ഏറ്റവും പുതിയ റിപ്പോർട്ട്. നിരവധി കെട്ടിടങ്ങളും ഭൂകമ്പത്തിൽ തകർന്നു. ഭൂകമ്പത്തിന്റെ തീവ്രത 5.9 രേഖപ്പെടുത്തി. തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ബസ് പാലത്തിൽ നിന്ന് മറിഞ്ഞ് 40 പേർ മരിച്ചു. ബാലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിൽ നിന്ന് കറാച്ചിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.